സിനിമ കുഴപ്പമില്ല. ചന്ദനമഴയായിട്ടൊന്നും ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് പാതി കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ചന്ദനമഴ തന്നെയാണ്. തീരെ സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കാട്ടപരാധം തന്നെയാണ് കേട്ടോ. ഫഹദ് ഫാസിന് മാത്രമാണ് ഇതുപോലെങ്കിലും കൊള്ളാമെന്നുള്ള പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈരളി TV തന്നെ മാറിപ്പോവും. അത്രയ്ക്കുള്ള ഒരു പാട്ടൊക്കെയാണ്. ഒന്നും പറയല്ലോ. നമുക്കറിയാലോ, ഫസ്റ്റ് കണ്ടപ്പോൾ അറിയാമല്ല ഇങ്ങനത്തെ പടമായിരിക്കുമെന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിനെ വരെ തകിടം മറിച്ച് ഒന്നും പറയില്ല. എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റിയില്ല. രാവിലെ 4 മണിക്ക് വന്നത് എല്ലാം വേസ്റ്റ് എന്തോ പോലെ. സത്യം പറഞ്ഞാൽ മസ്റ്റ് വാച്ച് ആണ് പടം. എല്ലാവരും കഴിയുന്നത് എത്ര പൈസ കൊടുത്ത് പോകാൻ പറ്റുമോ കഴിയുന്ന കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ എല്ലാവരും പോയി കാണണം. അല്ലു അർജുന്റെ അമ്മുമ്മ ഞാൻ പറയണില്ല. ചന്ദനമഴ എൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തോരോ ചെയ്തു വെച്ചേക്കാണ്. എനിക്ക് മനസ്സിലാവുള്ള എന്തരൊക്കെ ചെയ്തു വെച്ച് തെറി വിളിച്ചിട്ട് പോകണം അമ്മാതിരിയാണ് എടുത്തു വെച്ചാണ്. സെക്കൻഡ് ഹാഫ് ഒരു ഇതില്ല, ഒന്നും മനസ്സിലാവുള്ള ലാഗ് പിന്നെ ലാസ്റ്റ് കുറെ ക്രിഞ്ച് സീൻസ് അങ്ങനെയൊക്കെ വന്ന്. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് ഹാഫിന്റെ അത്ര എണ്ണം ചോദിച്ചാൽ അതിന്റെ 7 അയലത്ത് വരില്ല. അമ്മാതിരി ഇതായിരുന്നു എടുത്തു വെച്ചാൽ. തേർഡ് പാട്ടൊക്കെ ഉണ്ടെന്ന് പറയണ എന്തരൊക്കെ ആവുന്ന ഒരു അതിനപ്പുറം എന്ന് വേണം പറയാ. എന്തൊക്കെ ചെയ്തു വെച്ചാണ് പടം. ഒരു എന്തരാണ് എടുത്തു വെച്ചാൽ മനസ്സിലാവണമില്ല പടം. ഇതിന്നും ഭേദം കങ്കുവായിരുന്നു. അത് അതിലെങ്കിലും 2.5 മണിക്കൂറെങ്കിലും പോയി. ഇതാണെങ്കിൽ ഓരോ സീനെത്തുമ്പോഴേ ലാഗായിട്ട് പോവുകയായിരുന്നു. അമ്മാതിരി സീൻസൊക്കെയാണ് എടുത്തു വെച്ചാണ്. ശോകമാണ് ബ്രോ. എന്താണ് ഒരു ക്വാളിറ്റി ഇല്ല. എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എന്ത് പറയാമായിരുന്നു. 300 രൂപ മുടക്കി വന്നോ ഇല്ല. അതുകൊണ്ടിരുന്ന് കണ്ടു ഉറക്കവും പോയി. കത്ത പോലെയ പടം. മൂവി അടിപൊളിയായിരുന്നു. പക്ഷെ ഒരു ആവറേജ് മൂവി അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. നമ്മൾ ഹൈപ്പ് ചെയ്തതിന്റെ അത്രയൊന്നും മൂവിയിൽ നമ്മൾ എക്സ്പെക്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചില്ല കിട്ടിയിട്ടില്ല മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും നമുക്ക് തിയേറ്ററിൽ കിട്ടിയിട്ടില്ല. ഫാനിന്റെ കോമഡി പടം വേറെ ഒന്നുമില്ല. പടത്തില് ചിരിച്ചു ചാവാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പിന്നെ ക്ലൈമാക്സ് എല്ലാരും ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് പോവാ. പിന്നെ ഫാമിലിയോട് പോവാം. അവര് സീരിയൽ കണ്ട് ബോറടിച്ചിരിക്കില്ല. ബിഗ് സ്ക്രീനിലൊരു ക്ലൈമാക്സിൽ 20-25 മിനിറ്റ് ഒരു സീരിയൽ, നല്ല സീരിയൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സുകുമാർ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്ത വാരിസൊക്കെ കണ്ടിട്ടായിരിക്കും റീഷൂട്ട് ചെയ്ത. കങ്കുവൊക്കെ എടുത്തിടണോ? ഇതൊക്കെ വെച്ചാൽ കങ്കുവ എന്ത് അയ്യോ. പക്ഷെ കങ്കുവയില് ചിരിക്കൊന്നുമില്ല. ഇതിൽ ചിരിക്കാൻ ഫുള്ളും ഉണ്ട്. അതുകൊണ്ട് ബോറടിക്കൂല, ലാഗ് അടിക്കൂല. ചിരിച്ച് പടം കാണാം, അത്രേ ഉള്ളൂ. ആവറേജ് ആണ്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പൊങ്ങി നിന്ന് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ താന്നു പോയി. കാട്ടവരാതൊന്നും പറയാൻ പറ്റില്ല. ഫൈറ്റ് ഒക്കെ കൊള്ളായിരുന്നു. അല്ലു അർജുന്റെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒക്കെ ഇങ്ങനെ താന്നു പോയി. ബ്രോ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട ബ്രോ. ആവറേജ് പടമാണ്. എന്ത് പറയാൻ, ഇതിപ്പോ കുറെ എക്സ്പെക്ട് ചെയ്ത് തന്നു. ഫഹദ് ഫാസിലിലേക്ക് നല്ല റോളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് എന്ത് പറയാൻ കോമഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ലപോലെ. ലാസ്റ്റ് ഒക്കെ ഫുൾ സെന്റിമെന്റ് എന്ന് പറഞ്ഞിട്ട് കോമഡി ആക്കി വെച്ചിട്ടുണ്ട് പടം. ഈ സീരിയലിൽ നിന്ന് കോപ്പിറൈറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന്. അപ്പോൾ എന്തായാലും മിക്കവാറും പാർട്ട് 3 ഒരു കോമഡി ആയിട്ട് തന്നെ വരും. സീരിയലിന്റെ കോപ്പിറൈറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ടൈമൊക്കെ പോവും. നമുക്ക് ഫ്രണ്ട്സായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ച് ഓരോ കാര്യം ഊക്കിയിരിക്കാം. അല്ലാതെ ഒരു ഇത്രയും ഒരു ഹൈപ്പുള്ള പടത്തിനുള്ള വറുത്തല്ല പടം. അവരാതൊന്നും പറയാൻ പറ്റൂല. കുറച്ച് വീഴ്ചകളുണ്ട്, എന്നാലും കണ്ടിരിക്കാം. അത്ര അത് മറ്റേ സെക്കൻഡ് ഹാഫിൽ കുറെ ഫാമിലിയുടെ കുറേയൊക്കെ പറയണുണ്ട്. അത് കുറച്ച് അറിയാലോ തെലുങ്ക് ഓഡിയൻസിൻ്റെ ഇത്. അവർക്ക് കുറച്ച് ഇമോഷണൽ ഇത് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് എടുത്തേക്കണേ. അത് നമുക്ക് പിടിക്കൂല. ഫഹദിന് സ്ക്രീൻ ടൈം കുറവായിരുന്നു. ഫസ്റ്റിൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. കുറച്ച് വന്നും പോയാണ്. തേർഡ് പാർട്ടിൽ മിക്കവാറും കിട്ടില്ല. തേർഡ് പാർട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. സെക്കൻഡ് പാർട്ടിൽ തന്നെ എല്ലാം തീർക്കാന്നേ ഉള്ളതെന്നു. സിനിമ എനിക്ക് പാർട്ട് 1 വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതായത് ചെയ്യണമല്ലോ എന്ന് കരുതി കൊണ്ടുവന്ന ഒരു എന്താ പറയുക വില്ലനും ആ ഒരു സീനും എവിടെയോ കൊണ്ടുവന്ന് അങ്ങ് അവസാനിപ്പിച്ചതുപോലെ ഒരു ഫീൽ ഉണ്ടായി. ഭയങ്കര ലെങ്ത് ആയിരുന്നു. അതായത് ചില സീൻസൊക്കെ അൺവാണ്ടഡ് ആയിട്ട് ലെങ്തി ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗാണ്. ഓക്കെ, കണ്ടിരിക്കാം, വേസ്റ്റ് ആവൂല. പക്ഷെ എന്നാലും നമുക്കൊരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ. അപ്പോൾ വൺ വെച്ച് നോക്കുമ്പോൾ ദർ ഇസ് നത്തിങ്. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അതിനേക്കാൾ ചന്ദനമഴയല്ല, പുഷ്പമഴ. ചന്ദനമഴയല്ല, അതിനെക്കാട്ടിയും വലുത്. പോരാട്ടം ഓരോ മാസം തോറും ഓരോ ദുരന്ത പടങ്ങൾ വരെയാണ്. 4 മണിക്കുള്ള ഷോ നമ്മൾ നിർത്തി. പടം ചാവറാ ബ്രോ, ഒട്ടും കൊള്ളത്തില്ല. നമുക്ക് അല്ലു അർജുൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കാവുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. സീരിയൽ ലെവൽ മേക്കിങ്ങും
പിന്നെ കുറേ അൺവാണ്ടഡ് സീൻസും രശ്മികയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും ഒക്കെ ഭയങ്കര ബോറായിപ്പോയി. ഒരു ഓവറോൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ നല്ല എക്സ്പെക്റ്റേഷനിൽ വന്നതായിരുന്നു. പക്ഷേ സാന്ത്വനം കുടുംബ വിളക്ക് പോലെ ആയിപ്പോയി അവസാനം. ഇത് ക്ലൈമാക്സ് ഒക്കെ ഒട്ടും ശരിയായില്ല. അപ്പോൾ ഇനി ഈ വർഷം ഇറങ്ങിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം ഒരുവിധം ഇങ്ങനെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. തേർഡ് പാർട്ട് ഉണ്ട്, അവസാനം ടൈലൻഡ് ഉണ്ട്, അതും ബോറാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തേർഡ് പാർട്ടൊക്കെ ഇറക്കുമെന്ന് അറിയത്തില്ല. കങ്കുവയുടെയും സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ട് അവസാനം ഇനി ഇറക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതും അങ്ങനെ പോത്തേ ഉള്ളൂ. ചന്ദനമഴേ എടാ, സിനിമ ഭയങ്കര ആവറേജ്. എടാ, അത് സീരിയൽ പോലെ ഒന്നും അല്ലടാ. സിനിമ ഭയങ്കര ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അല്ലു അർജുൻ്റെ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പിന്നെ ഇമോഷൻസ് ആണെങ്കിൽ ഇമോഷൻസ് ഒക്കെ കാണിക്കുമ്പോഴേ ആൾക്കാർ തിയേറ്ററിൽ കരയുന്ന പോലെ അഭിനയിക്കുന്നടേ. അങ്ങനെ ഇത് നമ്മൾ ചെയ്തു അങ്ങനത്തെ വേലകളൊക്കെ. പക്ഷേ ഓവറോൾ ഫഹദിൻ്റെ സൈക്കോത്തരമൊക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ഇമോഷൻസ്, അല്ലു അർജുൻ്റെ സ്റ്റൈല് എല്ലാം രസമുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു മിസ് എവിടെയോ ഫീൽ ചെയ്തു. ഓവറോൾ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ട. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ലാഗിങ് ആയി ഫീൽ ചെയ്തു. പക്ഷെ എല്ലാവരും തിരിച്ചാ പറയണേ, എന്താണെന്ന് കൊള്ളൂല, ഒരു വായിക്കേ ഉള്ളൂല, അത്രേ ഉള്ളൂ. ടിക്കറ്റ് എടുക്കല്ലേ.